നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരേ സർവപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരേ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സിദ്ധിബുദ്ധിപ്രദേ ദേവി ഭുക്തിബുദ്ധിപ്രദായിനി മന്ത്രമൂർത്തേ സദാ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദ്യശക്തി മഹേശ്വരി യോഗജേ യോഗസംഭൂതേ മഹാലക്ഷ്മീ നമോസ്തുതേ. സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. പദ്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്വേതാംബരധരേ ദേവി നാനാലങ്കാരഭൂഷിതേ ജഗത്സ്ഥിതേ ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മീ നമോസ്തുതേ. മഹാലക്ഷ്മീ നമോസ്തുതേ. സാമ്പത്തിക നേട്ടത്തിനും കടബാധ്യത മാറാനും ഉത്തമ വഴിയാണ് മഹാലക്ഷ്മി അഷ്ടകം. ആവശ്യത്തിന് സമ്പത്തുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ കഴിയാതെ വരികയും വളരെയധികം കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തിക സ്ഥിതി മെച്ചമാവാതിരിക്കുകയും അടിക്കടി നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കടബാധ്യതയിൽ മുങ്ങുക എന്നീ പ്രശ്നങ്ങൾ മിക്കവരെയും അലട്ടാറുണ്ട്. കടബാധ്യത മൂലം സമൂഹത്തിലും ബന്ധുമിത്രാദികൾക്കിടയിലും അർഹമായ ബഹുമാനവും അംഗീകാരവും ലഭിക്കാതെ വരികയും തന്മൂലം കുടുംബ സമാധാനം തകരുകയും ആത്മഹത്യാ വക്കിലെത്തുകയും ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറാനും അകാരണമായ കടബാധ്യതയിൽ പെടാതിരിക്കാനും ഉത്തമ മാർഗമാണ് മഹാലക്ഷ്മി അഷ്ടക ജപം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് 2 നേരവും വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക. മംഗളദായകങ്ങളായ തുളസി, നെല്ല്, ആര്യവേപ്പ് എന്നിവ വളർത്തുക. സാധുക്കൾക്ക് ദാനം ചെയ്യുക. തന്നാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക എന്നിവയെല്ലാം മഹാലക്ഷ്മി പ്രീതികരമാണ്. ലളിത സഹസ്രനാമം പൗർണമി, അമാവാസി, വെള്ളിയാഴ്ച എന്നീ ദിനങ്ങളിൽ ചൊല്ലുന്നതും ഉത്തമം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഭവനങ്ങളിൽ മാത്രമേ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം കുടുംബക്ഷയമാവും ഫലം. നേരായ രീതിയിൽ സമ്പാദിക്കുന്ന പണം മാത്രമേ ഒരുവന് ഉതകുകയുള്ളൂ. ലാളിത്യ ജീവിതം നയിക്കുകയും നിത്യേന മഹാലക്ഷ്മി അഷ്ടകം ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുന്നവർക്ക് ഫലം സുനിശ്ചിതമാണ്. കടങ്ങൾ ഒഴിവായി കിട്ടാൻ ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും നന്ന്.